കാത്തിരിപ്പിൻ്റെ സേതുബന്ധനമൊഴിയുകയാണ്. നമ്മുടെ ഹൃദയതാളം പോലും നിലച്ച പോലെ 3 രാപ്പകലുകളുടെ യാത്രക്കൊടുവിൽ ഇതാ മദീന ത്വയ്ബയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഏത് നായകനെയാണോ പ്രേമിച്ചത് ആ നായകൻ്റെ തിരുസന്നിധിയിൽ സാവധാനം ഒട്ടകപ്പുറത്തുനിന്നും നാം ഇറങ്ങുകയാണ്. കൂബാ പള്ളിക്ക് സമീപം യാത്രാസംഘം നിൽക്കുകയാണ്. ശരീരം ശുദ്ധി വരുത്തി അംഗസ്നാനം ചെയ്ത് വസ്ത്രങ്ങൾ മാറ്റിധരിച്ച് ജലാശയത്തിൽ നിന്നും ഒട്ടകങ്ങളെ വെള്ളം കുടിപ്പിച്ചു. മുത്തുനബിയുടെ മുഖത്തിന് നേരെയാവണം നാം നിൽക്കേണ്ടത്. പുന്നാര നബി നമ്മെ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. ജീവിതകാലത്ത് നബിയെ കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടായില്ല. എന്നാൽ ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെയാകും നാം പോയി നിൽക്കുക? അതുപോലെ അത്യന്തം വിനയത്തോടെ നിൽക്കണം. കടുത്ത ശബ്ദത്തിൽ കരയരുത്. ഏതൊരു മനുഷ്യൻ്റെ ഉമ്മറപ്പടിയിലാണോ നാം നിൽക്കുന്നത് ആ മനുഷ്യനാണ് നമുക്ക് ശഫാഅത്ത് നേടിത്തരിക. ആ ചിന്തയോടെ മുത്തുനബിയുടെ ഖബർ ഷരീഫിനരികെ നമുക്ക് നിൽക്കാനാകണം. പിന്നെ റസൂലുള്ളാഹിയോട് സലാം പറയണം. സിദ്ദീഖും ഉമറും ഒരിക്കൽ മുത്തുനബിയുടെ സന്നിധിയിൽ വെച്ച് ഏതോ വിഷയത്തിൽ ഉച്ചത്തിൽ സംസാരിച്ചു. ആ നിമിഷം ദിവ്യ സന്ദേശവുമായി റൂഹുൽ അമീൻ ജിബ്രീൽ വന്നു. ഖുർആനിക സൂക്തം ഇറങ്ങുകയാണ്. അല്ലയോ വിശ്വാസികളെ, നബിയുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദങ്ങളെ നിങ്ങൾ ഉയർത്തരുത്. നിങ്ങൾ തമ്മിൽ ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ നബിയോട് നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും, നിങ്ങളത് അറിയുകയില്ല. ഇറങ്ങിയ ശേഷം ഉമർ തങ്ങൾ നബിയോട് മന്ത്രിക്കും പോലെയാണ് സംസാരിച്ചിരുന്നത്. സിദ്ദീഖ് തങ്ങൾ രഹസ്യം പറയും പോലെയാണ് മുത്തുനബിയോട് സംസാരിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനി നാം മുത്തുനബിയുടെ മുമ്പിലേക്ക് പോകുകയാണ്. ആരുടെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ചിന്തയിൽ വിനയം കൊണ്ട് കൽബ് ഉരുകണം. ഉഷസ്സിൻ്റെ ചൂടേൽക്കുമ്പോൾ ഉരുകുന്ന ഇമകണങ്ങൾ പോലെ ഈ മനുഷ്യൻ്റെ കയ്യിലിരുന്നാണ് ചരൽക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയത്. ആ വിരലുകൾക്കിടയിൽ നിന്നാണ് ശുദ്ധജലത്തിൻ്റെ പ്രവാഹമുണ്ടായത്. ആ ആങ്കുലി കൊണ്ട് ആംഗ്യം കാട്ടിയപ്പോഴാണ് ചന്ദ്രൻ 2 പിളർപ്പായി പോയത്. അത് മാടി വിളിച്ചപ്പോഴാണ് അസ്തമിച്ച സൂര്യൻ മടങ്ങി വന്നത്. ആ തിരുസ്കരസ്പർശമേറ്റപ്പോഴാണ് അടഞ്ഞുപോയ കണ്ണുകൾ തുറന്നത്. ആ തിരുമുമ്പിൽ വന്നാണ് മാൻപേട വേടനിൽ നിന്ന് രക്ഷ നേടിയത്. ആ തിരുഹദറത്തിലാണ് പട്ടിണിക്കിട്ട ഉടമസ്ഥനെതിരെ ഒട്ടകം ആവലാതി പറഞ്ഞത്. ആ കണ്ണിൽ നോക്കിയാണ് ഉടുമ്പ് ആവലാതി പറഞ്ഞത്. ആ പവിത്രമദനം കാണാനാണ് സർപ്പം സൗർഗൗരത്തിൽ കാത്തിരുന്നത്. ആ പദപങ്കജം പതിയുന്നത് നഷ്ടമായപ്പോഴാണ് ഈത്തമടൽ വിലപിച്ചത്. ആ തിരുസാമീപ്യം ലഭിക്കാതെ പോയ നഷ്ടബോധത്തിലാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ അമ്പരനൊമ്പരങ്ങൾ വിജയിച്ചത്. ആ സ്ഥൂല ശരീരം അടുത്തണഞ്ഞപ്പോഴാണ് ബഹ്റന്നൂർ കോരിത്തരിച്ചത്. താമര തോറ്റുപോകുന്ന ആ മൃദുഭാഗം ചുമന്നപ്പോഴാണ് ബുറാഖ് ആഹ്ലാദം കൊണ്ട് വിറച്ചുപോയത്. ആ അതിഥിയെ സ്വാഗതം ചെയ്തപ്പോഴാണ് സപ്താകാശങ്ങളും സംതൃപ്തിയുടെ മാരിവില്ല് ചൊരിഞ്ഞത്. ആ തിരുഹദ്റത്തിലാണ് കൂട്ടുകാരെ നാം ഇപ്പോൾ നിൽക്കുന്നത്.